guys, അപ്പോൾ എല്ലാവരും തമ്മിൽ കണ്ടതിൻ്റെ കൂട്ട് നമ്മളിപ്പോൾ ഇന്ന് പൊട്ടിയ അക്വേറിയത്തിൻ്റെ ഗ്ലാസ് മാറാൻ പോവാണ്. അപ്പോൾ എൻ്റെ ഇരുന്ന് ഈ ഒരു 5-6 വർഷം പഴക്കമുള്ളൊരു അക്വേറിയമാണ് ഇത്. ഇപ്പോൾ ഇതിൻ്റെ സൈഡ് നമ്മൾ പൊട്ടിയ ഗ്ലാസ് മാറാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് നമ്മുടെ തെർമോക്കട്ടർ വെച്ചൊന്ന് വരഞ്ഞു വിടണം. അപ്പോൾ തെർമോക്കട്ടർ വെച്ച് ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മൾ ഒരു ഭാഗം മാത്രമല്ല, ഈ 4 ഭാഗം നമ്മൾ പൊട്ടിയിരിക്കുന്ന ഗ്ലാസ് ജോയിൻറ്റ് ചെയ്തേക്കുന്ന ആ പശയുടെ ആ വഴി കൂടെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു വിടുക. അതിനുശേഷം നമ്മൾ ഒരു ബ്ലേഡ് എടുത്തിട്ട് ആ നേരത്തെ തെർമോക്കട്ടർ വെച്ച് വരഞ്ഞു വിട്ട ആ ഭാഗത്ത് തന്നെ ഈ ബ്ലേഡ് വെച്ച് അകത്തൂടെ കയറ്റി ഒന്ന് ഇളക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. ഇങ്ങനെ നിങ്ങൾ വെറുതെ ആ ബ്ലേഡൊക്കെ ഒന്ന് വെച്ചൊന്ന് ചെറുതായിട്ട് സ്വൈപ്പ് ചെയ്ത് പോയാൽ മതി. ആ ഗ്ലാസ് നമ്മൾ സിമ്പിളായിട്ട് ഊരി വരും. നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ ബ്ലേഡ് പിടിക്കുമ്പോൾ നമ്മൾ ഒരു തുണിയോ ഒരു ഗ്ലൗസോ ഉപയോഗിച്ച് പിടിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രിപ്പ് വരും. പിന്നെ നമുക്ക് ഈ ഗ്ലാസ് കൊണ്ട് കൈ കീറാനോ ബ്ലേഡ് കൊണ്ട് കൈ കീറാനോ അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ തുണിയോ ഗ്ലൗസോ യൂസ് ചെയ്യുക. കുറച്ച് ശ്രദ്ധയോടൊക്കെ നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് വീട്ടിൽ തന്നെ നമ്മുടെ അക്വേറിയം ഗ്ലാസ്സൊക്കെ ഒന്ന് പൊട്ടിയ ഗ്ലാസ് ഉണ്ടെങ്കിൽ മാറിയെടുക്കാനുള്ള. അക്വേറിയത്തിൻ്റെ മാത്രമല്ല, വേറെ വീട്ടിലെ റീപ്ലേസ്മെൻറ്റിന് ഗ്ലാസിൻ്റെ ഐറ്റംസ് എല്ലാം റീപ്ലേസ് ചെയ്യാനേ ഉള്ളൂ. ഇതിനെല്ലാം ശേഷം നമ്മൾ നേരത്തെ ഈ ഗ്ലാസ് ഒട്ടിച്ചിരുന്ന ആ പശയുണ്ടല്ലോ, അത് നമ്മൾ തെർമോക്കട്ടർ യൂസ് ചെയ്തല്ല ഈ 4 ഭാഗവും അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വിടണം. അപ്പോൾ ഈ പൊട്ടിയ ഗ്ലാസ് നമ്മൾ ഊരി മാറ്റി. ഇനിയുള്ളത് ആ പശ അവിടെ നിന്ന് ഇളക്കി കളയാനാണ്. അപ്പോൾ ഈ പശ നമ്മൾ സൈഡിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്, അതെല്ലാം നമ്മൾ ഈ തെർമോക്കട്ടറും ബ്ലേഡ് യൂസ് ചെയ്ത് ഇളക്കി കളയണം. എന്നാലേ നമ്മൾ പുതിയ പശ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും കറക്റ്റായിട്ട് അവിടെ ഒട്ടിയിരിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളത് ഒന്ന് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാൻ നോക്കുക. അതിന് ശേഷമായിട്ട് അവിടെ ഒരു തുണി ഉപയോഗിച്ച് നമ്മളൊന്ന് തുടച്ചെടുക്കുക. ആ ഭാഗത്തെ അഴുക്കും കാര്യങ്ങളെല്ലാം പോയി കിട്ടും. അതിനുശേഷം അതെല്ലാം ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഗ്ലാസ്, നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന ഗ്ലാസ് ഒന്ന് അവിടെ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ ഈ എടുത്തേക്കുന്ന ഗ്ലാസ് എന്ന് പറയുന്നത് 18 ഇഞ്ച് നീളം 9 ഇഞ്ച് വീതി എന്ന അളവിനാണ് നമ്മൾ ഈ ഗ്ലാസ് എടുത്തേക്കുന്നത്. ഇത് വീട്ടിൽ നിന്നൊരു പഴയ ഒരു ഗ്ലാസ്സാണ്. ഞാൻ അതിപ്പോൾ അത് കൊണ്ടുപോയി കട്ട് ചെയ്തെടുക്കുകയാണ്. എനിക്ക് അവിടെ ഇപ്പോൾ 10 രൂപ ചിലവ് തന്നുള്ളൂ. അപ്പോൾ ആ ഗ്ലാസ് നമ്മൾ വെച്ച് നോക്കുക. അത് കറക്റ്റ് അളവിനാണ് ഞാൻ എടുത്തത്. എന്നാലും ഒന്ന് വെച്ച് നിങ്ങളെ കാണിക്കുകയാണ്. പിന്നെ ഇത് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഗ്ലാസ് നല്ലതായിട്ടൊന്ന് ഒരു തുണി ഉപയോഗിച്ച് നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ഗ്ലാസ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു തുണി നമ്മൾ എടുത്ത് സൈഡിലോട്ട് മാറ്റി വെച്ചേക്കണം. ഞാൻ ഇവിടെ ഒരു ടവൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തുണി എടുത്ത് മാറ്റി വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചൂണ്ടുവിരൽ വെച്ചാണ് ഈ പശ പോയിൻ്റ് ചെയ്ത് നമ്മൾ തേക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലെ പശു പറ്റുവാണെങ്കിൽ നമുക്കതൊന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തുണി സൈഡിൽ വെക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ചൂണ്ടുവിരൽ വെച്ച് പോയിൻ്റ് ചെയ്താണ് നമ്മൾ പശ ഒട്ടിച്ച് പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്വാഭാവികമായിട്ടും പശ പറ്റും. ആ പശ വെച്ച് നമ്മൾ വേറെ ഗ്ലാസിൻ്റെ ഭാഗത്തൊന്നും തൊടാതിരിക്കുക. എല്ലാം ഒട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി കളയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുവരെ അതൊരു വൃത്തികേടായിട്ട് അവിടെ ഇരിക്കും. ഈ 4 ഭാഗം നമ്മൾ നല്ലതായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തു. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഗ്ലാസ്സിനകത്ത് പശ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മണ്ടയിലോട്ട് നമ്മൾ മറ്റേ ഗ്ലാസ് എടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഈ ഗ്ലാസ് എടുത്ത് വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ പഴയ ഗ്ലാസ് ഇരുന്ന ആ ഭാഗത്ത് തേച്ച ആ പശയുടെ അവിടെയൊക്കെ നമ്മൾ ആ നേരത്തെ ഒന്ന് തുടച്ച് വെച്ചിരുന്നേ ഉള്ളൂ. ഒന്നുകൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ഈ പശയുടെ മണ്ടയിലോട്ട് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാൻ. നമ്മൾ റീപ്ലേസ് ചെയ്ത ഗ്ലാസ് കറക്റ്റ് ലെവലിലാണ് ഇരിക്കുന്നതെന്ന് നോക്കണം. എന്നിട്ട് ആ ലെവലിൽ ചെയ്തിട്ട് ബാക്കി പുറത്തോട്ട് തള്ളിയിരിക്കുന്ന ആ പശയൊന്ന് നമ്മൾ ചൂണ്ടുവരൽ വെച്ചൊന്ന് തൂത്ത് കൊടുക്കുക. 4 സൈഡിൽ ഇതുപോലെ നമ്മളൊന്ന് തൂത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ അക്വേറിയത്തിനകത്ത് നമ്മൾ പുതിയതായിട്ട് വെച്ച ഗ്ലാസിൻ്റെ ഭാഗത്ത് ആ എഡ്ജെല്ലാം നമുക്ക് ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ 4 ഭാഗത്തും നമുക്ക് ഈ ഗ്ലൂ അപ്ലൈ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ ചൂണ്ടുവരൽ വെച്ച് നമുക്ക് ആ ഭാഗത്തൊന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കണം. ഗ്ലൂ 4 ഭാഗത്തും പോയിൻ്റ് ചെയ്ത ശേഷം 24 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 24 മണിക്കൂറിന് ശേഷം നമ്മൾ അതിനകത്ത് വെള്ളം ഒഴിച്ച് ലീക്ക് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുക. ലീക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞ് നമുക്ക് മീനെയൊക്കെ ഇറക്കി വിടാമെന്നാണ്. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ലീക്കായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിൽ അക്വേറിയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. പൊട്ടിപ്പോയ അക്വേറിയം ആണെങ്കിൽ ചെയ്ത് നോക്കുക. പിന്നെ പൊട്ടാത്ത അക്വേറിയം പൊട്ടിച്ചിട്ട് ഇതുപോലെ ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ പിന്നെ ഗായ്സ്, നമ്മുടെ വീഡിയോസ് ഇടാൻ ഒരുപാട് ഡിലേ ആകുന്നുണ്ടെന്നറിയാം. എന്തു പറയാനാണ്, കുറച്ച് ബിസി ആയി പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.